ഏതുമാകട്ടെ, വിദ്യാഭ്യാസം ഏതുമാകട്ടെ, നിങ്ങൾക്കും കമ്പ്യൂട്ടർ പഠിക്കാം. CSE അക്കാദമി കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ് CSE കോമൺ സർവീസ് സെന്റർ. പഠനശേഷം ജോലി ഉറപ്പ്. നിലവിൽ CSE, അക്ഷയ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേക പരിശീലനം. പഠനശേഷം ജോലി ഉറപ്പ്. ഞങ്ങളുടെ സവിശേഷതകളും ഞങ്ങളുടെ കോഴ്സുകളും: ഒരു മാസം, 3 മാസം, 6 മാസം എന്നീ രീതികളിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ. നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ. സുപ്രീം CSE അക്കാദമി, 3rd floor, സൗഹൃദ ആർക്കേഡ്, വടക്കാഞ്ചേരി. ഫോൺ 8590803536 9400478768. വോട്ടർ രേഖകൾ ആധാർ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഇത് നടപ്പിലാക്കുക. ആധാർ വിശദാംശങ്ങൾ നൽകുന്നത് സ്വമേധയാണെന്ന് കാണിക്കാൻ നിയമമന്ത്രാലയം ഫോം 6B ഭേദഗതി ചെയ്യും. വിവരങ്ങൾ പങ്കിടാൻ വിസമ്മതിക്കുന്ന വോട്ടർമാർ കാരണങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 23(4), 23(5), 23(6) എന്നിവ അനുസരിച്ചാണ് ലിങ്കിംഗ് നടത്തുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആഭ്യന്തര മന്ത്രാലയം, നിയമ മന്ത്രാലയം, IT മന്ത്രാലയം, UIDAI എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 2021 ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് ആധാറും വോട്ടർ IDയും ബന്ധിപ്പിക്കാമെന്ന വ്യവസ്ഥ കേന്ദ്രം കൊണ്ടുവന്നിരുന്നു. 66 കോടിയോളം പേരുടെ ആധാർ നമ്പർ ശേഖരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വോട്ടർ IDയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും പാർലമെന്റിൽ സർക്കാർ അറിയിച്ചു. ആധാറും വോട്ടർ IDയും ബന്ധിപ്പിച്ചാൽ പിന്നീട് ക്രമക്കേടിനുള്ള സാധ്യത വിരളമാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.